ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കണ്ടു നോക്കൂ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ആൻഡ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടുള്ളത് ഡൈജഷനും അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും പിന്നെ ഡൈജഷൻ, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, പിന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറുകൾ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം അതിൽ മെയിനായിട്ട് വരുന്നത് എന്താ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ അതിനെക്കുറിച്ച്, അതായത് സ്ട്രക്ചർ, ബ്ലഡിൻ്റെ സ്ട്രക്ചർ, പിന്നെ ഹാർട്ടിൻ്റെ, പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ്സിൽ നടക്കുന്ന ട്രാൻസ്പോർട്ടും അതും ഒക്കെ നമുക്ക് ഇതിൽ കവർ ചെയ്യാനുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സോ ആദ്യം തന്നെ നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്താണെന്നുള്ളതൊക്കെ. ഹാവ് യു നോട്ടീസ്ഡ് ദ ഗിവൺ പിക്ചർ റിഗാർഡിംഗ് ദ സ്കൂൾ നോൺ മീൽ പ്രോഗ്രാം? എ ന്യൂട്രീഷ്യസ് ഡയറ്റ് എൻഷുവേഴ്സ് അവർ ഹെൽത്ത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ നമ്മുടെ സ്കൂളിലെ നോൺ മീൽ, ഉച്ചഭക്ഷണത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ദെൻ അത് വെച്ചിട്ടാണ് നമ്മളോട് ഈ ടേബിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആൾ ഫുഡ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ നോൺ മീൽ ലിസ്റ്റ് ഔട്ട്. അപ്പം നമുക്ക് സാധാരണ സ്കൂളിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് കിട്ടാറ് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ അതിലുള്ള ഫുഡ് ഐറ്റംസും അതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ്, ആ ന്യൂട്രിയൻസിന് എന്താണ് നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻ, എന്താണത് ചെയ്യുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഐറ്റംസ് എഴുതാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം, നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ സ്കൂളിലും അതേപോലെ ഇപ്പോഴത്തെ സമയത്തുള്ള ഫുഡൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളായിരിക്കില്ല, അതിനനുസരിച്ചിട്ട് എഴുതാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ റൈസ്, പൊട്ടാറ്റോ, ഷുഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീരിയൽസ്, ധാന്യങ്ങളൊക്കെ എന്തായാലും ഭക്ഷണത്തിലുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻ എന്ന് പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ്സ് എനർജി, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നൽകുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്. ദെൻ അതേപോലെ പിന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ പൾസസ്, അതായത് കടല, പയർ, അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതേപോലെ സോയാബീൻ അല്ലേ. ഇപ്പോൾ ചിക്പി, സോയാബീൻ, പിന്നെ എഗ്ഗ്, മിൽക്ക്, ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും ബോഡി വളർച്ചയ്ക്കും ഒക്കെ പ്രോട്ടീൻ അത്യാവശ്യമാണ്. മസിൽ ഒക്കെ ഫോം ചെയ്യുന്നതിന് പ്രോട്ടീൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. ദെൻ പിന്നെ നമുക്ക് പറയാവുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പലതരത്തിലുള്ള വെജിറ്റബിൾസ് പല കറികളിലായിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ടോട്ടലായിട്ട് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നത് പ്രധാനമായും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിക്വയർഡ് ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ബോഡിയുടെ ശരിയായ വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റിനും, അതേപോലെ നമ്മുടെ ഓരോ ശരീരഭാഗത്തിൻ്റെ, കണ്ണാണെങ്കിലും സ്കിന്നാണെങ്കിലും ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിനൊക്കെ ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എഴുതുന്നതിന് പകരം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ചെയ്താലും മതിയാവും. ഓക്കെ. ദെൻ ഓയിൽ, ഗീ, ഇതിലൊക്കെ എന്താ അടങ്ങിയിട്ടുണ്ട്? ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ദെൻ ഈ ഫാറ്റ് നമുക്ക് എന്ത് തരുന്നു? ഫാറ്റും എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് എനർജി. ഓക്കെ. ദെൻ വാട്ടറും അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ഒരു ന്യൂട്രിയൻസിൻ്റെ കൂടെ നമ്മൾ പറയുന്നത് അല്ലെങ്കിലും എന്താണ്, വാട്ടർ നമ്മുടെ ബോഡിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ന്യൂട്രിയൻസ് പറയുന്നതിൻ്റെ ഒപ്പം, അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇമ്പോർട്ടൻ്റായി വേണ്ട സാധനങ്ങൾ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ വാട്ടറും ഉൾപ്പെടുത്താറുണ്ട്. സോ അങ്ങനെ അത് ഫില്ല് ചെയ്യാം. ദെൻ although the dietary patterns of people in various parts of the world are different, for health, food must contain nutrients such as carbohydrates, proteins, fats, minerals and vitamins in addition to fiber and water. അപ്പോൾ ഓരോ സ്ഥലത്തും, നമ്മുടെ ലോകത്തിൻ്റെ ഓരോ സ്ഥലത്തും ആൾക്കാരും പലതരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുക. പക്ഷേ എന്നാലും അതിൽ മെയിനായിട്ട് വേണ്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കൂ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇൻ അഡീഷൻ ടു ഫൈബർ ആൻഡ് വാട്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ന്യൂട്രിയൻസ് ആണ് പ്രധാനമായിട്ടും വേണ്ടത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ഇത് 5 നമ്മൾ ഒപ്പം പറയും ന്യൂട്രിയൻസിൽ. അതിൽ കൂടെ വേണ്ടതാണ്, അത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ഫൈബറും വാട്ടറും.
എ ബാലൻസ്ഡ് ഡയറ്റ് ഇസ് എ ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഓൾ ദ ന്യൂട്രിയൻസ് ഇൻ റൈറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ ആവശ്യമായ അളവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡിനെയാണ് എ ഡയറ്റ് ഫുഡ് എന്ന്, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ബാലൻസ്ഡ് ഫുഡ് പ്ലേറ്റിലെ എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളെപ്പോലെ ഗ്രോയിങ് ഏജിലുള്ള ആൾക്കാർക്ക് ഈ ബാലൻസ്ഡ് ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീരിയൽസ്, മിൽക്ക് പ്രൊഡക്ട്സ്, പൾസസ് മീറ്റ്, ഇതെല്ലാം എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അതേപോലെ ന്യൂട്രിയൻസും ഫൈബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു കാരണവശാലും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കരുത്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഒരു ബാലൻസ്ഡ് മീലിൽ ഫുഡ് പ്ലേറ്റ് എങ്ങനെ, അതായത് ഒരു പ്ലേറ്റ് ഒരു സമയത്ത് ഇപ്പോൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ അങ്ങനെ ഒരു മീൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഏത് രീതിയിൽ വേണം നമ്മൾ എടുക്കാമെന്ന് വെച്ചാൽ, എ ഫുഡ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എ ക്വാർട്ടർ ഓഫ് സീരിയൽസ് ആൻഡ് എ ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ആൻഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ ഡയറി പ്രൊഡക്ട്സ്. ഇതാണ് ഒരു ബാലൻസ്ഡ് മീൽ എന്ന് പറയുന്നത്. അതായത് പകുതി നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതി എന്തായിരിക്കണം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കണം. അതേപോലെ ഒരു 1/4 ഭാഗം ധാന്യങ്ങൾ, സീരിയൽസ്, ചോറോ ഗോതമ്പ് അരി അങ്ങനെ എന്തെങ്കിലും. ദെൻ അതേപോലെ ഒരു 1/4 ഭാഗം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഇപ്പം ഫിഷോ മീറ്റോ അങ്ങനെ എഗ്ഗോ അതൊക്കെ ആയിട്ട് അങ്ങനെ. അതേപോലെ എന്തെങ്കിലും ഒരു ഡയറി പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ അങ്ങനെയൊക്കെ. അപ്പോഴാണ് ഒരു ബാലൻസ്ഡ് മീലാവുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ജങ്ക് ഫുഡിൻ്റെ അളവൊക്കെ കുറയ്ക്കണം. അതായത് ഇന്നത്തെ കാലത്ത് ജങ്ക് ഫുഡ് കൂടുതലാണ്, അതൊക്കെ ഒഴിവാക്കണം. അതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. കുട്ടികൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യരുത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ജങ്ക് ഫുഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാലറി കൂടുതലായിരിക്കും, അതേസമയം ന്യൂട്രീഷണൽ വാല്യൂ കുറവായിരിക്കും. കണ്ടോ, ഹൈ ഇൻ കാലറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രീഷണൽ വാല്യൂ. അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, കാലറീസ് കുറവുള്ള എന്നാൽ ന്യൂട്രീഷണൽ വാല്യൂസ്, വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ചും ഗ്രോയിങ് ഏജിലുള്ള ചിൽഡ്രൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ന്യൂട്രീഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ പുറത്തുനിന്ന് ഓർഗാനിസംസ്, ജീവികൾ എന്ത് ചെയ്യുക, ഫുഡ് എടുക്കുന്നതിന്, എന്തിനു വേണ്ടിയിട്ടാണ് ഫുഡ് എടുക്കുന്നത്, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ, ആ ജീവിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിന്, എടുക്കുന്നതിനെയാണ് എന്ത് പറയുക, ന്യൂട്രീഷൻ എന്ന് പറയുക. ദെൻ ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു 5 സ്റ്റെപ്സ് ചേരുമ്പോഴാണ് ആ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആവുന്നത്. ആ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷനാണ് ഇവിടെ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജ് മാത്രം അതിൽ കൊടുത്തിട്ടുണ്ട്, ഇജഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, നോക്കാം. സോ ഈ 5 സ്റ്റെപ്സാണ് അതിൽ വരുന്നത്. ആദ്യം ഇൻജഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ത്രൂ ദ മൗത്ത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻജഷൻ എന്ന് പറയുക. ദെൻ ഡൈജഷൻ എന്ന് പറഞ്ഞാലോ, ദ കോംപ്ലക്സ് ഫുഡ് മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സൊല്യൂബിൾ സബ്സ്റ്റൻസസ് ദാറ്റ് ദ ബോഡി ക്യാൻ അബ്സോർബ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മുടെ ബോഡിക്ക് വലിച്ചെടുക്കാൻ, അബ്സോർബ് ചെയ്യാൻ പാകത്തിനുള്ള ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുക. അബ്സോർപ്ഷൻ എന്ന് പറയുന്നതോ, ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അങ്ങനെ ഡൈജസ്റ്റ് ആയ ഫുഡിനെ നമ്മുടെ ബോഡിക്ക് ആവശ്യം വേണ്ട ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ബോഡി ബ്ലഡിലേക്ക് വലിച്ചെടുക്കുന്നതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ, ദ അബ്സോർബ്ഡ് ന്യൂട്രിയൻസ് ആർ യൂട്ടിലൈസ്ഡ് ബൈ ദ ബോഡി സെൽസ് ആൻഡ് ടിഷ്യൂസ്. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുത്ത ഭക്ഷണം അല്ലെങ്കിൽ ആ ന്യൂട്രിയൻസ് സെല്ലും, നമ്മുടെ ശരീരത്തിലുള്ള സെല്ലും ടിഷ്യൂ ഒക്കെ ഉപയോഗിക്കുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുക. ദെൻ ലാസ്റ്റ് പ്രോസസ്സ് ഇജഷൻ, അതായത് ഇങ്ങനെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്തതിന് ശേഷം ബാക്കി വേസ്റ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യുന്നു, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആ പ്രോസസ്സിനെയാണ് ഇജഷൻ എന്ന് പറയുക. അപ്പോൾ ഈ 5 സ്റ്റേജസ് ആണ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്.
ഈ പ്രോസസ്സ് ഓഫ് ന്യൂട്രീഷൻ ഓർഗാനിസത്തിൻ്റെ ബോഡി സ്ട്രക്ചർ കോംപ്ലക്സ് ആവുന്നത് പോലെ പ്രോസസ്സ് ഓഫ് ന്യൂട്രീഷനും കോംപ്ലക്സ് ആയിട്ട് വരും. അതായത് സിമ്പിൾ സ്ട്രക്ചറുള്ള ഓർഗാനിസംസിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ പ്രോസസ്സ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെയോ അതുപോലെയൊക്കെയുള്ള അനിമൽസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ന്യൂട്രീഷണൽ പ്രോസസ്സും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവും. സോ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് എക്സാമ്പിളുകൾ വെച്ചിട്ട് തന്നിട്ടുണ്ട്. ഒരു അമീബ എന്ന് പറയുമ്പോൾ അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അതേപോലെ ഹൈഡ്ര എ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. ഇവരുടെ ഒരു ന്യൂട്രീഷണൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് താഴെ കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. നോക്കൂ, ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് അമീബയുടെ. സോ അതിലെങ്ങനെയാണ് അമീബ എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുന്നത്? അമീബ നിയർ ദ ഫുഡ്. അപ്പോൾ ഈ ഒരു റെഡ് കളറിൽ കാണിക്കുന്ന ഈ സാധനം ആണ് അമീബയുടെ ഫുഡ്. സോ അമീബ എന്ത് ചെയ്യും? നീങ്ങി മൂവ് ചെയ്തിട്ട് ഈ ഒരു ഫുഡിൻ്റെ അടുത്തെത്തും. ദെൻ നോക്കൂ, അതിൻ്റെ സ്കിന്ന്, അതിൻ്റെ ബോഡി തന്നെ അതിങ്ങനെ ഒന്ന് വളച്ചിട്ട് ആ ഫുഡിനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കും. ആ ഒരു ഭാഗത്തിനെ പറയുന്നതാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് അമീബ ഫുഡിനെ അതിൻ്റെ അകത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ നോക്കൂ, ഫുഡ് ബോഡിയുടെ ഉള്ളിൽ കയറി അതൊരു ഫുഡ് വാക്യൂളായിട്ടാണ് അതിൻ്റെ ബോഡിയിലിരിക്കുന്നത്. ദെൻ ആ വാക്യൂളിൻ്റെ ഉള്ളിൽ വെച്ച് എന്ത് സംഭവിക്കും? ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമൊക്കെ അതിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡൈജഷൻ നടക്കും. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡൈജഷൻ നടക്കുന്നത് കൊണ്ട് അതിനെന്ത് പറയുന്നു? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഡൈജഷൻ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റൊക്കെ എന്ത് ചെയ്യും? ഡൈജഷൻ കഴിഞ്ഞിട്ട് സെല്ലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യും. വേസ്റ്റ് ഇതേപോലെ ഈ ബോഡി എങ്ങനെയാണോ ഫുഡ് ഉള്ളിലേക്ക് എടുത്തത് അതേപോലെ ഈ വേസ്റ്റ് എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. അതായത് ഈ ഫുഡ് വാക്യൂള് ആ ഒരു സെല്ലിൻ്റെ അടുത്തേക്ക്, സെൽ വാളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കളയുകയും ചെയ്യും സെല്ലിൻ്റെ സർഫസിലൂടെ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് അമീബയുടെ ഒരു ഡൈജഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പ്രോസസ്സ് നടക്കുന്നത്. വളരെ സിമ്പിളാണ് അല്ലേ? ആൻഡ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ബോഡി പാർട്ടാണ്. ദെൻ ഇപ്പുറത്ത് ഹൈഡ്രയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഹൈഡ്ര എന്ന് പറയുന്നത് എന്താണ്? ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അമീബയിൽ ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ ബോഡിയിൽ. അമീബയിൽ മോർ ദാൻ 1 സെല്ലുണ്ട്, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ വരുന്നതാണ്. മൾട്ടി സെല്ലുലാർ ആണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഈ ഹൈഡ്രയിൽ എന്ത് ചെയ്യും? ഹൈഡ്ര പാരലൈസസ് ദ പ്രേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെൻറ്റക്കിൾസ് ആൻഡ് ക്യാരീസ് ഇറ്റ്സ് ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ദെൻ ഇൻ ടു ദ ബോഡി ക്യാവിറ്റി. അപ്പോൾ നോക്കൂ, ഈ ടെൻറ്റക്കിൾസ് ആണ് ഹൈഡ്ര ആദ്യം എന്ത് ചെയ്യും? ഈ ടെൻറ്റക്കിൾസ് വെച്ചിട്ട് അതിൻ്റെ പ്രേ, അത് എന്തിനാണോ കഴിക്കുന്നത് അതിനെ ആദ്യം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മൗത്തിലൂടെ അതെന്ത് ചെയ്യും? ഉള്ളിലേക്ക് ഈ ഫുഡ് എടുക്കും. ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ദെൻ ഇൻ ടു ദ ബോഡി ക്യാവിറ്റി. അങ്ങനെ അതിൻ്റെ ബോഡി ക്യാവിറ്റിയിൽ എത്തുന്നു. Then digestion begins in the body cavity by the action of enzymes produced by the cells of inter wall of the body cavity. അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നു? ഇവിടെ എത്തുമ്പം നോക്കൂ, ഈ ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള സെൽസ് ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ഈ ഭാഗത്തുള്ള സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്നാണ് എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യും? ഡൈജഷൻ നടക്കും. ബോഡി ക്യാവിറ്റിക്കകത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്, സെല്ലിൻ്റെ ഉള്ളിലല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡൈജഷൻ എന്ത് പറയുന്നു? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നു. ദെൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യും? ഫുഡ് വാക്യൂളിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യും. ആൻഡ് ദെൻ ഫുഡ് വാക്യൂളിനകത്തുള്ള എൻസൈംസ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അതായത് ബോഡി ക്യാവിറ്റിയിൽ വെച്ചിട്ട് പാർഷ്യൽ ഡൈജഷൻ നടക്കും. ദെൻ അത് ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം കംപ്ലീറ്റ് ഡൈജഷൻ നടക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ്. അപ്പോൾ ബോഡി ക്യാവിറ്റിക്കകത്ത് വെച്ച് നടക്കുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഫുഡ് വാക്യൂളിനകത്ത്, അതായത് സെല്ലിനകത്ത് കയറി കഴിഞ്ഞിട്ട് നടക്കുന്നതിന് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നു. ആൻഡ് അതിൻ്റെ വേസ്റ്റ് ഏതിനെയാണ് പുറത്തേക്ക് പോകുന്നത്? മൗത്തിലൂടെയാണ് വേസ്റ്റ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈഡ്രയിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, സിമ്പിൾ അമീബ, ഹൈഡ്രേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമീബയാണ് സിമ്പിൾ സ്ട്രക്ചർ. അതിൽ കുറച്ചും കൂടി സിമ്പിളായിരുന്നു. ഹൈഡ്രയിൽ വന്നപ്പം
കുറച്ചും കൂടി കോംപ്ലക്സ് ആയി. ഇതേപോലെ തന്നെയാണ് കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് പ്രോസസ്സിലും വ്യത്യാസം വരും. സോ ഈ ഒരു നമ്മളിപ്പോൾ കണ്ട ഇലുസ്ട്രേഷൻ വെച്ചിട്ടാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കൂ. കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ബോഡി സ്ട്രക്ചർ, അമീബയുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്? യൂണിസെല്ലുലാറാണ്. ഹൈഡ്രയുടെ ആണെങ്കിലോ ഒബ്വിയസ്ലി മൾട്ടി സെല്ലുലാറാണ് ഹൈഡ്ര എന്ന് പറയുന്നത്. മീൻസ് ടു ഹെൽപ്പ് ഇൻജഷൻ, അതായത് ഭക്ഷണത്തിന് ഉള്ളിലേക്ക് എടുക്കാൻ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? അമീബയിലാണെങ്കിൽ സ്യൂഡോപോഡിയയാണ്, അതേസമയം ഹൈഡ്രയിലാണെങ്കിൽ അതിൻ്റെ ടെൻറ്റക്കിൾസ് ആണ് അല്ലേ. ദെൻ പാർട്ട് വിത്ത് ഡൈജഷൻ ടേക്സ് പ്ലേസ്. പാർട്ട് വിത്ത് വേർ ഡൈജഷൻ ടേക്സ് പ്ലേസ്, എവിടെ വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്? അമീബയിലാണെങ്കിൽ ഇൻസൈഡ് ദ സെല്ലാണ്, അതേസമയം ഹൈഡ്രയിലാണെങ്കിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ട്? ബോഡി ക്യാവിറ്റിയിലും അതേപോലെ സെല്ലിനകത്തും ഇൻസൈഡ് ദ സെല്ലും നടക്കുന്നുണ്ട് അല്ലേ. ദെൻ ഇജഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ഏതിലൂടെയാണ്? സെൽ സർഫസിലൂടെയാണ്. ഹൈഡ്രയിലാണെന്നുണ്ടെങ്കിൽ മൗത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദെൻ താഴെ കൊടുത്തിരിക്കുന്നു നോക്കൂ. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ അഡീഷൻ ടു ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ വെൻ ഇറ്റ് കംസ് ഫ്രം യൂണിസെല്ലുലാർ ഓർഗാനിസംസ് അമീബ ടു സിമ്പിൾ സ്ട്രക്ചേർഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഹൈഡ്ര. അതായത് അമീബയിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാണ്? കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് മൾട്ടി സെല്ലുലാർ ഹൈഡ്രയിലേക്ക് വരുമ്പോൾ ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും വരുന്നുണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും വരുന്നുണ്ട്. ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ദ ഡൈജസ്റ്റീവ് പ്രോസസ് ഹാവ് മച്ച് ഡൈവേഴ്സിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഇൻ ഓർഡർ ടു മീറ്റ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ്. അപ്പം മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിന് ന്യൂട്രിയൻ നീഡ്സും കൂടുതലാണ്. അവരുടെ ബോഡി കോംപ്ലക്സ് ആവുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ ന്യൂട്രീഷൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ന്യൂട്രീഷൻ സിസ്റ്റവും കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഹ്യൂമൻ ബീയിങ്സിൽ ഉള്ള ഒരു ന്യൂട്രീഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹ്യൂമൻസ് ഈറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഹൗ ഡസ് ദ ഡൈജഷൻ ഓഫ് ദീസ് ന്യൂട്രിയൻസ് ടേക്സ് പ്ലേസ്? അപ്പോൾ എങ്ങനെയാണ് ഈ പലതരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എല്ലാം എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഡൈജഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് പോണെന്നുള്ളതാണ് നോക്കുന്നത്. നോക്കൂ, ഡൈജഷൻ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. അപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ദ പ്രോസസ്സ്, എന്തിനുള്ള പ്രോസസ്സ്? കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസിലെ സിമ്പിളായിട്ട് അബ്സോർബ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് സെക്ഷനാക്കി നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം. മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എവിടെ നടക്കുന്നതാണ്? നമ്മുടെ വായിൽ നടക്കുന്ന ഡൈജഷൻ, അല്ലെങ്കിൽ വായിൽ എന്താ ഫുഡിന് സംഭവിക്കണമെന്ന് ആലോചിച്ചാൽ അത് തന്നെയാണ് മെക്കാനിക്കൽ ഡൈജഷൻ. ബ്രേക്സ് ഡൗൺ ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ച്യൂയിങ് ദ ഫുഡ് വിത്ത് ടീത്ത് ആൻഡ് ബൈ ദ സ്ട്രോങ് കോൺട്രാക്ഷൻസ് ഓഫ് ദ മസിൽസ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷനിൽ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ച്യൂയിങ് ദ ഫുഡ് വിത്ത് ടീത്ത്, നമ്മൾ പല്ലുകൊണ്ട് ചവച്ചരയ്ക്കുന്നതും, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിലും അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ വോളിൽ സ്ട്രോങ് കോൺട്രാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ വോള് ഭിത്തികൾ എന്ത് ചെയ്യുക, അത് അനങ്ങാതിരിക്കില്ല, അത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഇളക്കത്തിലും ഫുഡ് നന്നായിട്ട് മിക്സ് ആവും. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ സ്റ്റൊമക്കിനകത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ആയിട്ട് നന്നായി മിക്സ് ആവുകയൊക്കെ ചെയ്യുന്നത് ഈ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ഈ ഒരു കോൺട്രാക്ഷൻസ് കാരണമാണ്. അപ്പോൾ അത് രണ്ടും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മെക്കാനിക്കൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷനിൽ വരുന്ന രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫുഡ് ച്യൂ ചെയ്യുന്നതും അതേപോലെ സ്റ്റൊമക്കിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള കോൺട്രാക്ഷൻസും അതിൻ്റെ മൂവ്മെൻറ്റ്സുമാണ്. ദെൻ കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പം എന്താണ്? കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ന്യൂട്രിയൻ ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പോൾ എൻസൈംസ് കാരണം നടക്കുന്ന ഡൈജഷനെയാണ് എന്ത് പറയുക? കോംപ്ലക്സ് കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുക. അത് എന്ത് ചെയ്യും? കോംപ്ലക്സ് ഫുഡിനെ സിമ്പിളായിട്ടുള്ള അബ്സോർബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ആ ന്യൂട്രിയൻസിന് മാത്രമാണ് നമ്മുടെ ബോഡിക്ക് വലിച്ചെടുക്കാൻ, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡൈജഷനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും. ഓക്കെ അല്ലേ?
സോ അവിടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ പാർട്സ് വേർ മെക്കാനിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ്. എവിടെയൊക്കെയാണ് മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്? നമുക്ക് ഈസി ആയിട്ട് പറയാം. മൗത്തിൽ, സ്റ്റൊമക്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, ഇവിടെയൊക്കെയാണ് മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ഡൈജഷൻ നടക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കൂ. ഹൗ ഡസ് മെക്കാനിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദീസ് പാർട്സ്. എങ്ങനെയാണ് ഇവിടെ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ബോക്സിലുള്ള പോയിന്റ് തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പോർഷൻ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ബിഹൈൻഡ് ദ റുമിനേഷൻ ഹാവിൻ യു നോട്ടീസ്ഡ് ദാറ്റ് കൗസ് ച്യൂ കണ്ടിന്യൂസ്ലി ഈവൻ വൈൽ റെസ്റ്റിംഗ്. അപ്പോൾ ഈ കൗസിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പശുക്കൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ വെറുതെ റെസ്റ്റ് എടുത്ത് കിടക്കണ സമയത്തൊക്കെ വീണ്ടും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണതാണ്. അതിനെയാണ് റുമിനേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് അതിന് എന്ന് വെച്ചാൽ, ദർ ആർ 4 chambers ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് കൗസ്. ദേ ആർ റുമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. The components in the food like cellulose, hemicellulose, etc. are broken down by the enzymes produced by the microorganisms present in the rumen and reticulum. അപ്പോൾ പശുക്കൾക്ക് പ്രധാനമായിട്ടും പശുക്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത് പുല്ലാണ്. അപ്പോൾ പുല്ലിൽ എന്തുണ്ട്? സെല്ലുലോസും ഹെമി സെല്ലുലോസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, ഇപ്പം മനുഷ്യന്മാരുടെ ഒന്നും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇതിനെ ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ കെമിക്കലുകളോ ഒന്നും പുറപ്പെടുവിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇലക്കറികളോ അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് എന്ത് ചെയ്യുന്നില്ല, ദഹിക്കുന്നില്ല, ആൻഡ് നമ്മുടെ ബോഡി അതൊന്നും വലിച്ചെടുക്കുന്നില്ല. പക്ഷേ പശുക്കൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ സ്റ്റൊമക്കിന് 4 ചേമ്പറുകളുണ്ട്. അതിൽ ഈ റുമനിലും റെറ്റിക്കുലത്തിലും ഒക്കെ എന്തുണ്ട്? ഈ സെല്ലുലോസിനെ, ഹെമി സെല്ലുലോസിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബാക്ടീരിയാസ് അവരുടെ ഈ സ്റ്റൊമക്കിൻ്റെ ഈ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ പശുക്കൾ ഈ പുല്ലൊക്കെ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ആദ്യം ഇത് ഇവരുടെ വയറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതായത് റുമനിൽ എന്ത് ചെയ്ത് വെക്കും? ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് അവർക്ക് അതിനെ വീണ്ടും വായിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് വീണ്ടും ചൂ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫുഡിൻ്റെ ഡൈജഷൻ കറക്റ്റായിട്ടും കംപ്ലീറ്റ് ആയിട്ടും നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ വീണ്ടും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് റുമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഡൈജഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റാർട്ടിങ് വിത്ത് മൗത്തിലാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൗത്തിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്, അതേപോലെ അതെങ്ങനെ പല്ലുകൾ അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ടീത്ത് ഹെൽപ്പ് ടു ബൈറ്റ് into pieces and chew the food. Tongue and saliva help in the ചൂയിങ് പ്രോസസ്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം വായിലിടുമ്പോൾ തന്നെ ഈ ഡൈജഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ടീത്ത് എന്ത് ചെയ്യും? അതിനെ പല്ല് കൊണ്ട് അത് കടിച്ച് ചെറിയ പീസാക്കും, എന്നിട്ട് ചവച്ചരയ്ക്കും. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ നാവും, അതേപോലെ നമ്മുടെ സലൈവ, ഉമിനീരില്ലേ, അതെന്ത് ചെയ്യും? ഈ ഒരു ച്യൂയിങ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് എ ഫങ്ഷൻ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ വായിലെ വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളും അവരുടെ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ വായിലുള്ള പല്ലുകൾ? കനൈൻ, ഇൻസിസേഴ്സ്, പ്രീമോളാസ് ആൻഡ് മോളാസ് അല്ലേ. അപ്പോൾ ഇതിന് ഓരോന്നിനും വ്യത്യസ്ത തരത്തിലുള്ള ഡ്യൂട്ടീസാണ് ചെയ്യാനുള്ളത്. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓൾദോ ടീത്ത് ഡിഫർ ഇൻ എക്സ്റ്റേണൽ സ്ട്രക്ചർ, ദേ ഹാവ് മെനി സിമിലാരിറ്റീസ് ഇൻ ഇൻറ്റേർണൽ സ്ട്രക്ചർ. അപ്പോൾ ഈ 4 ടൈപ്പ് ടീത്തിനും വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങളാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്നുണ്ടെങ്കിലും, അതേപോലെ ഫങ്ഷൻസ് ഒക്കെ വ്യത്യാസമാണെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഉള്ളിലുള്ള സ്ട്രക്ചർ സിമിലർ ആണ്. അതിതാ ഇതുപോലെ ഇരിക്കും. മെയിനായിട്ട് നമുക്ക് ഒരു 3 ഭാഗങ്ങളാക്കിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ഭാഗങ്ങൾ? ക്രൗണ്, നെക്ക്, ദെൻ റൂട്ട്. ഓക്കെ, അപ്പോൾ ഈ ഉള്ളിലേക്കുള്ള ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? റൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് നെക്ക് എന്ന് പറയുമ്പം ഈ ഇത്രയും ഭാഗമായിട്ട് വരും. ക്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കാണുന്ന ഈ ഒരു ഭാഗത്തിനെ ക്രൗൺ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതിനെ 3ആയി തിരിക്കാം. ദെൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ഇനാമൽ. നോക്കൂ, നമ്മൾ കാണുന്ന പുറമേ നമ്മൾ കാണുന്ന ആ വൈറ്റ് കളറുള്ള ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ഇനാമൽ. ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഇനാമലാണ്. ആൻഡ് അതെന്താണ്? അതാണ് പല്ലിൻ്റെ ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ നോൺ ലിവിങ് ആണ്. അതിലത്തെ സെല്ലിനൊന്നും ജീവനില്ലാത്ത ഡെഡ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്, അത്രയും ഹാർഡായിട്ടുള്ള സെല്ലുകൾ വെച്ചിട്ടാണ് ഈ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്.
ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഡെൻഡൈൻ. ഈ ഒരു ഭാഗമാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. ലിവിങ് ടിഷ്യൂ വിത്ത് വിച്ച് ടൂത്ത് ഇസ് ഫോംഡ്. അപ്പോൾ ആ ഭാഗത്തുള്ള ലിവിങ് ടിഷ്യൂവിനെയാണ് എന്ത് പറയുക, ഡെൻഡൈൻ എന്ന് പറയുക. അവിടുത്തെ സെൽസൊക്കെ ലിവിങ് ആണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ് ഈ ഭാഗത്തിനെയാണ് നമുക്ക് എന്ത് പറയാവുന്നത്, പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ് കോൾഡ് പൾപ്പ് ഈസ് സീൻ. ദെൻ അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അവിടെ പൾപ്പ്, സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ടുള്ള പൾപ്പ് ഉണ്ട്. അതേപോലെ ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഓഡോണ്ടോബ്ലാസ്റ്റ് സെൽസ് എക്സെട്ര ഇവയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അടുത്തത് ഈ നമ്മുടെ മോണയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, സെമൻറ്റം. സെമൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. അതായത് മോണയിലുള്ള ഈ ഒരു കുഴി ഉണ്ടല്ലോ, അതായത് പല്ലിരിക്കുന്ന ഈ ഒരു കുഴീനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ സോക്കറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ സോക്കറ്റിൽ ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, പല്ലിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്താണ്, ഈ സിമെൻറ്റം ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും സാധനത്തിൻ്റെ സിമെൻറ്റ് ഇട്ടൊക്കെ ഉറപ്പിക്കില്ലേ, അതുപോലെ നമ്മുടെ പല്ലിനെ ആ ഒരു കുഴിയിൽ, മോണയുടെ ആ ഒരു കുഴിയിൽ ഉറപ്പിച്ച് നിർത്തുന്നതാണ് എന്ത്, സെമൻറ്റ് എന്ന് പറയുന്നത്. ഇത് കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സ്ട്രക്ചർ ഓഫ് ടൂത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന പാർട്ട്, ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ് ക്യാവിറ്റി, സെമൻറ്റം. അപ്പോൾ ഈ ഒരു ഫിഗർ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണം, വരയ്ക്കാനും പഠിക്കണം, ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഫംഗ്ഷനും പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഫിഗർ തന്നിട്ട്, ബ്ലാങ്ക് ആയിട്ടുള്ള ഫിഗർ തന്നിട്ട് പാർട്ട് അടയാളപ്പെടുത്താനും അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനും ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ ഇനി സ്റ്റൊമക്കിൽ എങ്ങനെയാണ് ഈ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ മൗത്തിലെ മെക്കാനിക്കൽ ഡൈജഷനാണ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തത്. ദെൻ ഇനി സ്റ്റൊമക്കിൽ ദ സ്ട്രോങ് പെരിസ്റ്റോൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്സ് ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. അപ്പോൾ പെരിസ്റ്റോൾസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈന്, ഇതിലൊക്കെ ഒരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ഉണ്ട്. ആ വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ് ഈ ഫുഡിനെ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മുടെ ഈസോഫാഗസിലൂടെ ഇറങ്ങി അത് സ്റ്റൊമക്കിലെത്തി, സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെയൊക്കെ അതിനിങ്ങനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു മൂവ്മെൻ്റാണ്. ആ ഒരു മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് പെരിസ്റ്റോൾസിസ് എന്നുള്ളത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇതിൻ്റെ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പം. അപ്പോൾ അതിനെയാണ് പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്നത്. വേവ് ലൈക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ് സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോഴോ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വാൾ ഇങ്ങനെ ചെറുതായി ചെറുതായി അതിങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിനെയാണ് പെരിസ്റ്റോൾസിസ് എന്ന് പറയുക. അപ്പോൾ ഈ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഫുഡ് ഈ അതിൻ്റെ വാൾ ഇങ്ങനെ ഭിത്തി ഇങ്ങനെ ഇളകുമ്പോൾ അതിങ്ങനെ നമ്മുടെ വയറ്റിൽ കിടന്ന് മിക്സ് ആവും. അതുകൂടാതെ അവിടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിലെല്ലാം കൂടി കിടന്നിട്ട് ഒരു പേസ്റ്റ് പോലെ ആയിട്ട് മാറും. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ ഒരു ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ എന്ത് ചെയ്യണം, നിൽക്കണമല്ലോ. അല്ലാതെ അത് പെട്ടെന്ന് തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡൈജഷൻ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫുഡിനെ കുറച്ച് നേരം സ്റ്റൊമക്കിൽ തടഞ്ഞു വെക്കുന്നതാണ് ഈ ഒരു സർക്കുലാർ മസിൽ എന്ന് പറയുന്നത്. ദ സർക്കുലാർ മസിൽസ് ഓഫ് ദ സ്റ്റൊമക്ക് റീറ്റെയിൻ ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് ഫോർ ആമ്പിൾ ടൈം. അപ്പോൾ ആവശ്യത്തിനുള്ള സമയം ഈ ഫുഡിനെ സ്റ്റൊമക്കിൽ സ്റ്റേ ചെയ്ത് നിൽക്കുന്നത്, റീഗെയിൻ ചെയ്ത് നിർത്തുന്നത് ആരാണ്, ഈ സർക്കുലർ മസിലാണ്. ഓക്കെ, സോ അതാണ് സ്റ്റൊമക്കിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ അടുത്തത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്ത് നടക്കുന്നു, മെക്കാനിക്കൽ പ്രോസസ്സസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ such as peristalsis and segmentation help to facilitate the movement of food and mix food with the digestive juices. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത് പെരിസ്റ്റോൾസിസും അതേപോലെ സെഗ്മെൻറ്റേഷനുമാണ്. നോക്കൂ, പെരിസ്റ്റോൾസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്നത്. അതേപോലെ സെഗ്മെൻറ്റേഷൻ നോക്കൂ, അതിൻ്റെ വാള്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വാൾ ഇങ്ങനെ രണ്ട് സൈഡിലും ചെറുതാകുമ്പം ഇതൊരു സെഗ്മെൻറ്റ് പോലെ ഒരു ഭാഗമായിട്ട് സെപ്പറേറ്റ് ആയ പോലെ നിൽക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ ഫുഡ് കുറച്ച് നേരം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കും, കുറച്ച് നേരം അവിടെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഫുഡ് ഡൈജസ്റ്റീവ് ജ്യൂസസൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നതും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റേഷനും പെരിസ്റ്റോൾസിസും എന്തിനെ സഹായിക്കുന്നുണ്ട്, ഈ മെക്കാനിക്കൽ ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ നോക്കി. ഏതൊക്കെയാണ്, മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദെൻ
അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്, അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ടൂത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോക്സ് മൊത്തത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും എല്ലാം പഠിക്കണം. പല രീതിയിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഡൈജഷൻ ഇൻ മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് നമുക്ക് നോക്കാം. നോക്കൂ, മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത്. ടീത്ത് ഹെൽപ്പ് ടു ബൈറ്റ് ഫുഡ് ഇൻ ടു പീസസ് ആൻഡ് ച്യൂ ദ ഫുഡ്. ടങ് ആൻഡ് സലൈവ ഹെൽപ്പ് ഇൻ ദ ച്യൂയിങ് പ്രോസസ്. അപ്പം ടങ്കും സലൈവയും ഹെൽപ്പ് ചെയ്യുന്നു. ടീത്ത് എന്ത് ചെയ്യുന്നു? ഫുഡിനെ പീസസ് ആക്കി മാറ്റുന്നു. ദെൻ അതിനെ ചവച്ചരയ്ക്കുന്നു, ച്യൂ ചെയ്യുന്നു. The chewed food then moves to the stomach where the strong peristalsis convert food into a paste form. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ച്യൂ ചെയ്ത ഫുഡ് നമ്മൾ സ്റ്റൊമക്കിലേക്ക് പോകുന്നു. പെരിസ്റ്റാൾസിസും അതുപോലെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നു? വാൾസിൻ്റെ പെരിസ്റ്റാൾസിസ് ആ ഫുഡിനെ ഒരു പേസ്റ്റ് ഫോമിലേക്ക് ആക്കി മാറ്റുന്നു. പിന്നെ സർക്കുലർ മസിൽ ഓഫ് സ്റ്റൊമക്ക് റീറ്റെയിൻ ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് ഫോർ ദ ആംപിൾ ടൈം. ആവശ്യത്തിന് സർക്കുലർ മസിൽസ് ആവശ്യത്തിന് സമയം ആ സ്റ്റൊമക്കിൽ ഫുഡ് നിലനിൽക്കാൻ സഹായിക്കുന്നു. പിന്നെ മെക്കാനിക്കൽ പ്രോസസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ സച്ച് എസ് പെരിസ്റ്റാൾസിസ് ആൻഡ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് മിക്സ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ്. മെക്കാനിക്കൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെങ്കിലും പെരിസ്റ്റാൾസിസും അതുപോലെ സെഗ്മെൻറ്റേഷനും ഫുഡിനെ മിക്സ് ചെയ്യാനും അതേപോലെ ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യാനും അതുപോലെ അതിനെ പേസ്റ്റ് രൂപത്തിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് മെക്കാനിക്കൽ ഡൈജഷനെ നമുക്ക് ടോട്ടലായിട്ട് ഇങ്ങനെ പറയാം. സോ ഇതുവരെയുള്ള ഭാഗത്ത് നമ്മൾ ഡൈജസ്റ്റീവ് പ്രോസസ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ശരിയായ പ്രോസസ്സിലേക്ക് നമ്മൾ കയറുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ബാക്കി പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതൊരു ലോങ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ വീഡിയോസ് ഇടേണ്ടി വരും. സോ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.